ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചാലക്ക് പോകുന്നതാണ് മാക്കത്തിനെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമീപം 4:30 നമ്മൾ ഇറങ്ങാൻ നോക്കുന്നത്. മാക്കവും മക്കളെയും കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മണിയാവും. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പോയിന്, കാരണം അവിടെ കാലുകുത്ത സ്ഥലം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ എത്തുമ്പം ഗുളികൻ ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നല്ല തിരക്കുണ്ടേനു. ഇനി നമുക്ക് കടവാങ്കോട്ട് മാക്കത്തിൻ്റെ കഥ എന്നാന്ന് നോക്കാം. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഈ തെയ്യം കെട്ടിയാടൂല. വളരെ പ്രശസ്തമായ തെയ്യമാണ്. കൂടാതെ നമ്മളെ അമ്മ ദൈവങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് ഈ മാക്കവും മക്കളും. ഇതിൻ്റെ പുറകിൽ ഭയങ്കര സങ്കടമുള്ളൊരു കഥയും കൂടിയുണ്ട്. ശരിക്കും ഈ സംഭവം നടക്കുന്നത് നമ്മളെ പയ്യന്നൂരുള്ള കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുഞ്ഞിമംഗലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു നായർ തറവാടുണ്ട്. കടവാങ്കോട്ട് എന്നാണ് ഈ തറവാട്ടിൻ്റെ പേര്. ഈ തറവാട്ടിലുള്ള 2 പേരാണ് ഉണ്ണിച്ചെറിയും കുഞ്ഞിക്കോമനും. ഇവർക്ക് 12 ആമക്കളുണ്ട്. ആമക്കളിൽ നല്ല ഉശിരുള്ള ആമക്കളേനു. പക്ഷേ ഇവർക്ക് പെൺകുട്ടികളില്ല. അപ്പോൾ പെൺകുട്ടികൾ വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് ഇവർക്ക്. പക്ഷേ അത് നടക്കുന്നില്ല. ഇവരെ തറവാട്ട് ദൈവമാണ് വീരചാമുണ്ടി. വീരചാമുണ്ടീൻ്റെ തിരുനടയിൽ വെള്ളി വിളക്കൊരുക്കും, പറശ്ശിനിക്കടവ് മുത്തപ്പന് വെള്ളാട്ടം, ചെറുകുന്ന് അന്നപൂർണേശ്വരിക്ക് നൈവേദ്യം, മാടായിക്കാവിൽ അമ്മക്ക് കോഴിയെ വെട്ടി കലശം, കടരായി ഉണ്ണിക്കണ്ണന് അരയിൽ അരഞ്ഞാണോ, അങ്ങനെയെല്ലാം കിട്ടാന്ന് നേർച്ച നേരും. അങ്ങനെ പല അമ്പലങ്ങളിൽ ഒരുപാട് നേർച്ചകൾ നേർന്നിരുന്നു ഉണ്ണിച്ചെറിയും കുഞ്ഞിക്കോമനും. അങ്ങനെ അവർക്ക് ഒരു പെൺകുട്ടി ജനിക്കും. ഇത്രയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാന്ന് തോന്നുന്നു അവർക്ക് എന്ന് പറയാം അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടീനെ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ 12 ആമക്കളാണ് ഇവർക്കുള്ളത് എന്ന്. അങ്ങനെ ആ പെൺകുട്ടിക്ക് മാക്കെന്ന് പേരിടും. മാക്കം പിന്നീട് വളർന്ന് എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ആണ് അവർ വളർന്നത്. പിന്നെ കല്യാണമെല്ലാം കഴിച്ച് കുടുംബത്തിലുള്ള ഒരാളെ തന്നെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് 2 മക്കളുണ്ടാവും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ചാത്തുവും ചീരും. പണ്ട് മരുമക്കത്തായെല്ലാം ആയതുകൊണ്ട് ഇവർ കടവാങ്കോട്ട് തറവാട്ടിൽ തന്നെയായിരുന്നു താമസിച്ചത്. ആങ്ങളമാർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതേനും. പക്ഷേങ്കിൽ ആങ്ങളമാരെ ഭാര്യമാർക്കൊന്നും ഇഷ്ടമല്ലേനു. ഒരാങ്ങളേൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ബാക്കി 11 ആങ്ങളമാരെ ഭാര്യമാർക്കും ഭയങ്കര കുശുമ്പല്ലേനു. പക്ഷേങ്കിൽ ആ പ്രശ്നത്തിനെല്ലാം വളരെ വിദഗ്ധമായിട്ട് മാക്കും ഇങ്ങനെ രക്ഷപ്പെട്ട് വരും. ഈ 12 ആങ്ങളമാരും കോലത്തിരി രാജാവിൻ്റെ പടയാളികളേനു. അപ്പോൾ ഒരു യുദ്ധം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 12 ആങ്ങളമാർക്കും പോകാൻ പറയും. പക്ഷെ മാക്കും പറയും ഞാനും കൂടെ വരട്ടെ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നാത്തൂന്മാരെല്ലാം കൂടെ കലഹം ഉണ്ടാക്കും, അങ്ങനെയെല്ലാം പറയും. പക്ഷേങ്കിൽ ആങ്ങള പറയും നീ കുട്ടികളൊക്കെ തീടിയിരിക്കും, നമ്മൾ പോയിട്ട് ജയിച്ചിട്ട് വരാമെന്ന് പറയും. പോകുന്ന സമയത്ത് വീരചാമുണ്ടിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടാവും. അത് കെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെടാവിളക്കായിരിക്കും. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം. ആ സമയത്ത് മാക്കത്തിന് അങ്ങനെ എണ്ണ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മാക്ക സഹോദരന്മാരോട് പറയും അതിൽ എണ്ണ തീരാനായി. അപ്പോൾ അവർ പറയും തൊട്ടടുത്തുള്ള ഒരാൾ കൊണ്ടുതരൂ, അവർ എണ്ണ കൊണ്ടു തന്നാൽ അവർക്ക് പകരമായിട്ട് എള്ള് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ അവർ യുദ്ധത്തിന് പോകും. അപ്പോൾ നാത്തൂമാരെല്ലാം ഇങ്ങനെ ഒരു അവസരത്തിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ആ വീട്ടിനടുത്തുള്ള ആളിങ്ങനെ എണ്ണയും കൊണ്ട് വരുമ്പോൾ മാക്കത്തിന് എണ്ണ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേനും ഉണ്ടായിന്. എന്നിട്ട് മാക്കം എണ്ണ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് പറയും. ഇത് കണ്ട നാത്തൂമാർ പറയും ഇയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടെന്ന് തെറ്റായ വാർത്ത ഇങ്ങനെ പരത്തും. ആങ്ങളമാരുടെ ചെവിയിൽ എങ്ങനെയല്ലോ അത് എത്തും. തെറ്റായ കാര്യമാണെങ്കിലും എന്താ പറയുക ശരിയാന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ വളച്ചൊടിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത്. അനിയത്തി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി എന്ന് പറയുമ്പോൾ സഹോദരന്മാർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ. പ്രത്യേകിച്ച് അവർ വീരന്മാരുമാണ്, കുടുംബത്തിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്ന ആളുകളും കൂടെയാണല്ലോ. മാക്കത്തിനോട് അതിഭീകരമായ ദേഷ്യം വന്നിട്ട് ഉണ്ടാവും. ആ ദേഷ്യത്തിന് മാക്കത്തിനെയും മക്കളെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാന്നുള്ള രീതിയിൽ ആയി മാറും അവരെ ചിന്താഗതി. എന്നിട്ട് പിന്നെ മാക്കത്തിന് ഒരുപാട് കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് കോട്ടയം മലബാറിലെ വേല കാണാൻ പോകണമെന്ന്. അങ്ങനെ ഒരാഗ്രഹം മാക്കത്തിന് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഈ തിരിച്ചു വരുന്ന സമയത്ത് സഹോദരന്മാർ മാക്കത്തിനോട് പറയും നീ കുറേ കാലമായില്ലേ പറയുന്നത് വേല കാണാൻ പോകണമെന്ന്, നമുക്കങ്ങനെ പോയാലോ എന്ന് പറയും. പക്ഷേങ്കിൽ ഈ സഹോദരന്മാർ ഇങ്ങനെ പറയുമ്പം ഇവക്കെന്തോ ഒരു ഡൗട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. വേല കാണാൻ നമുക്ക് പോകാമെന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം മനസ്സോടെ ആണെങ്കിലും കുട്ടികളെല്ലാം കൂട്ടി സർവാഭരണ വിഭൂഷിയായിട്ട് സഹോദരന്മാരുടെ കൂടെ പോകുന്നുണ്ട്. പോകുമ്പോൾ തന്നെ മാക്കത്തിന് അറിയാനും എന്തോ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്, എന്തോ നല്ലതിനല്ല, എന്തോ അനർത്ഥം വരാനുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് അവർ പോകുന്നത് തന്നെ. ഒരുപാട് നടന്ന് കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞിമംഗലത്ത് നിന്ന് നടക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ നടന്ന് ചാലക്കെത്തും. അപ്പോൾ ഇത്രയും ദൂരം നടന്നില്ലേ മക്കൾക്ക് വല്ലാണ്ട് ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പം ചാലക്കുള്ള പുതിയ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെള്ളം ചോദിക്കും. അപ്പോൾ ആ അമ്മ കിണ്ടിയിൽ പാലായിരുന്നു മാക്കത്തിനും മക്കൾക്കും കൊടുത്തത്. അങ്ങനെ പാലെല്ലാം കുടിച്ച് പകരം ആ അമ്മക്ക് ആ കിണ്ടിയിൽ മാക്കം എന്ത് ചെയ്യും കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുക്കും. എന്നിട്ട് ആ അമ്മേനോട് പറയും വേല കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാനിത് വാങ്ങിക്കോളാം. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരായിരുന്നു യാത്ര തുടർന്ന്.
അങ്ങനെ കുറച്ച് നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അച്ചങ്കര പള്ളി എന്നൊരു സ്ഥലത്തെത്തുന്നത്. അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഏകദേശം ഒരു നട്ടുച്ചയാണ്. അപ്പോൾ സഹോദരന്മാർ മാക്കത്തിനോട് പറയും, നട്ടുച്ചയ്ക്ക് ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടോ മാക്കേ എന്ന് ചോദിക്കും. അപ്പോൾ തൻ്റെ സഹോദരനല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം കേട്ടിട്ട് ഭയങ്കര അമ്പരപ്പോടെയാണ് പൊട്ടക്കിണറ്റിലേക്ക് മാക്ക ഇങ്ങനെ നോക്കുന്നത്. മാക്കത്തിൻ്റെ കഴുത്ത് അരിഞ്ഞ് പൊട്ടക്കിണറ്റിൽ ഇടുകയായിരുന്നു ചെയ്തത്. മാക്കത്തിനെയും മാത്രമല്ല മാക്കത്തിൻ്റെ 2 മക്കളെയും കൂടെ ഇങ്ങനെ കത്ത് അറുത്തിട്ട് കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായി. അങ്ങനെയാണ് മാക്കവും മക്കളും അവിടെ തീരുന്നത്. അങ്ങനെ തീരുന്നില്ല, പിന്നീട് മാക്കവും മക്കളും തെയ്യക്കോലങ്ങളായി കെട്ടിയാടി എന്നാണ് ഐതിഹ്യത്തിലെല്ലാം ഇങ്ങനെ പറയുന്നത്. പിന്നെ കടവാങ്കോട്ട് ഇല്ലമില്ലേ പയ്യന്നൂരുള്ള ആ ഇല്ലം പിന്നെ ചുട്ട് ചാമ്പലാക്കി. എന്നിട്ട് ചാലയിലുള്ള പുതിയ വീട്ടിലേക്കാണ് പിന്നീട് മാക്കത്തിനെയും മക്കളെയും അവിടെ പ്രതിഷ്ഠയാക്കിയത്. ചാലയിലുള്ള ഈ തറവാട്ടിലും കുഞ്ഞിമംഗലത്താണ് മാക്കവും മക്കളെയും നമുക്ക് തെയ്യക്കായിട്ട് കാണാൻ പറ്റുന്നത്. ഇതാണ് മാവിലെ മാക്കത്തിനെയും മക്കളെയും കൊല്ലുന്നത് നേരിട്ട് കണ്ട ഒരേ ഒരാൾ ഇവരാണ്. അപ്പോൾ ഇവരെ എതിർക്കാൻ നോക്കിയ സമയത്ത് ഇയാളെയും കൊന്നിട്ട് ആ പൊട്ടക്കിണറ്റിലിട്ട് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് മാക്കും മക്കളും എന്ന തെയ്യത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിച്ചത്. തലേന്ന് രാത്രി ഇതിൻ്റെ തോറ്റം ഉണ്ടാകും. തോറ്റത്തിൽ ഈ കഥകൾ മൊത്തം 5 മണിക്കൂർ നീളുന്ന തോറ്റാണ്. ഈ കഥ മൊത്തം അവരിങ്ങനെ പാടിയിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഈ വർഷത്തെ ഉത്സവം ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മൾ ചാല കടാവങ്കോട്ട് ഭഗവതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.